ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ആർത്തവചക്രം സംബന്ധിച്ചാണ് ഈ സംശയം. ഉം. ഈ ആർത്തവചക്രം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ചോദ്യകർത്താവ് ഉള്ളത്. അവർക്കറിയേണ്ടത്, മെനോപോസിലേക്ക് കടക്കുകയാണ് അതെ നടത്തം. അതെ, അപ്പോൾ അവർക്കറിയേണ്ടത് ഉം. ഈ ആർത്തവചക്രവും ലൈംഗികതയും തമ്മിൽ ഉം. എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഇത് ആർത്തവചക്രം അവസാനിക്കുന്നതോടുകൂടി അവരുടെ ലൈംഗിക ജീവിതം അവസാനിച്ചു പോകുമോ എന്നുള്ളതാണ്. ആർത്തവം നിലയ്ക്കുന്നതോടെ ലൈംഗിക ജീവിതവും അവസാനിക്കുന്നു എന്ന് തീരുമാനിക്കാൻ പാടില്ല. ശരിയാണ്, ആർത്തവവും അല്ലെങ്കിൽ ആർത്തവ വിരാമവും ലൈംഗികാഗ്രഹം, ലൈംഗിക ഉത്തേജനം ഇതൊക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഈ മനുഷ്യ ശരീരത്തിൽ പല ഹോർമോണുകളുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയ പല ഹോർമോണുകളുടെയും ഏറ്റക്കുറച്ചിലുകൾ, സന്തുലിതാവസ്ഥയും അസന്തുലിതാവസ്ഥയും ഓരോ ഘട്ടങ്ങളിലും വരുന്നുണ്ട്. ഈ മെൻസ്ട്രൽ സൈക്കിള് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 28 ഡേയ്സ് സൈക്കിളാണ്. അപ്പോൾ അണ്ടവിസർജനം നടക്കാൻ പോകുന്ന, അതായത് ഓവുലേഷൻ തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് ഈസ്ട്രോജൻ്റെ സർജ് കൂടുതലാണ്. ആ സമയത്ത് ഓവുലേഷനോട് അടുത്ത് വരുന്ന സമയത്ത് ലൈംഗിക ആഗ്രഹം കൂടാനും സാധ്യത കൂടുതലാണ്. അതിന് ശേഷമുള്ള ഘട്ടത്തിൽ അണ്ടവിസർജനം നടന്നതിന് ശേഷമുള്ള ഘട്ടത്തിൽ ചിലപ്പോൾ ആഗ്രഹം കുറയാം. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ പല സ്ത്രീകളും റിപ്പോർട്ട് ചെയ്യാറുണ്ട്, പല പഠനങ്ങളിലും അത് കണ്ടിട്ടുമുണ്ട്. ഇനി ആർത്തവ വിരാമം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ആർത്തവം നിലയ്ക്കാൻ പോവുകയാണ്. മെനോപോസൽ ചേഞ്ചസ് എന്ന് പറയുന്നത് പല ഹോർമോണുകളും വറ്റി വരണ്ടു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈസ്ട്രാഡയോൾ കുറയുന്നു, പല പ്രൊജസ്ട്രോൺ കുറയുന്നു, ഇങ്ങനെ പല ഹോർമോണുകളുടെയും കുറവ് വരുന്ന ഒരു ഘട്ടമാണ്. അതിൻ്റെ ഫലമായിട്ട് ആർത്തവം എത്തുന്നതോടെ, അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം വെജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് മിക്ക സ്ത്രീകളിലും. സെക്ഷൽ ഡിസയർ കുറയാം, സെക്ഷൽ എറൗസൽ കുറയാം, ഇതെല്ലാം ഉണ്ടാവാം. ഇതിനൊക്കെ പരിഹാരമുണ്ട്. ചില കേസുകളിൽ ചിലപ്പോൾ HRT, ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി, ഒരു പരിധിവരെ ഫലം ചെയ്യാറുണ്ട്. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള കുറച്ച് നാളുകളിലേക്ക്, പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു വല്ലാത്തൊരു ഹോട്ട് ഫ്ലഷസ് എന്നൊക്കെ പറയും, ബോഡിയിൽ വല്ലാത്ത ചൂട് അനുഭവപ്പെടുക, അസ്വസ്ഥതകൾ അനുഭവപ്പെടുക, മാനസിക പിരിമുറുക്കം അനുഭവപ്പെടുക, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ട് HRT പലപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. ഇനി ലൈംഗിക ബന്ധ സമയത്തുള്ള യോനി വരൾച്ച അല്ലെങ്കിൽ ഡ്രൈ വെജൈനൽ ഡ്രൈനസ് എന്നൊക്കെ പറയും, അതിനുള്ള പരിഹാരമായിട്ട് പലരും ലൂബ്രിക്കൻസ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ ശരിക്കും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഇതിനുള്ള പരിഹാരം തേടണം. അവരുടെ ശരീരത്തിലെ ഹോർമോൺ ലെവലുകളൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് അതിനെന്തെങ്കിലും ഹോർമോൺ HRT വേണോ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് വേണോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തിയിട്ട് അതിന് പരിഹാരം തേടാൻ കഴിയും. അല്ലാതെ ആർത്തവ വിരാമം സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് അയാളുടെ ലൈംഗിക ജീവിതം തീർന്നുപോയി എന്നൊരിക്കലും നമുക്ക് ധരിക്കാൻ പാടില്ല. അത് തെറ്റായ വിശ്വാസമാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചോദിക്കാവുന്നതാണ്. കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ എല്ലാം ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് അതിനുള്ള വിശദമായ മറുപടി ഇതുപോലെ നൽകുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.